വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ 8 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിൽ എത്തി കേട്ടോ ഇന്ന്. കാരണം അങ്കൂന് സ്കൂളിൽ പോകണ്ടായിരുന്നു. രാഖിക്ക് ഓഫീസിൽ പോകണം. അങ്കൂന് ഓൺലൈൻ ക്ലാസ്സാ. ദേ പതിപോലെ ചായയൊക്കെ ഇട്ടു. രാഖിയുടെ ആ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കൊടുത്തു കേട്ടോ. 8 മണി കഴിഞ്ഞു, 10 ഡിഗ്രി. ഇനി എന്താ എപ്പോഴത്തേയും പോലെ രാഖിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ചിയാ സീഡ് അത് റെഡിയാക്കി. പിന്നെ ഞങ്ങൾക്ക്, അതായത് എനിക്കും അമ്മയ്ക്കും അങ്കൂനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് മാവ് ഉപ്പിട്ട് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി ആയിട്ടങ്ങ് ചുടാന്ന് വിചാരിച്ചു. അത് പടപ്പടേന്ന് ദേ ഒഴിക്കുക. അത് 10-20 മിനിറ്റ് കൊണ്ട് ആവി ഏറ്റിയെടുക്കാം. പിന്നെ കുറച്ച് സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. എനിക്ക് പക്ഷേ പൊടിയാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയും പൊടിയാണ് ഒത്തിരി ഇഷ്ടം കേട്ടോ. അപ്പോൾ അതും ഇരിപ്പുണ്ട്. നല്ല ചൂടോടെ ആവി വറക്കുന്ന ഇഡ്ഡലി. അങ്കു കണ്ടോ, സ്വെറ്ററും ഹുഡിയും എല്ലാം ഊരിയിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അവൻ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവനിങ്ങനെ നടക്കുന്ന ഇഷ്ടം. പിന്നെ അകത്ത് ചെറിയ ഹീറ്റർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതേ ഇഡ്ഡലിയും പൊടിയും സാമ്പാറും എല്ലാം. എനിക്ക് പിന്നെ ഇഡ്ഡലി എടുത്തിച്ച് കുറച്ച് പൊടി മാത്രമേ വെക്കുന്നുള്ളൂ. എനിക്ക് സാമ്പാർ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ വീട് വന്നപ്പോൾ ഇവിടെ ഹരിയാനക്കാരുണ്ടാക്കുന്ന എന്തോ ഒരു ലഡു, ഈ തണുപ്പ് സമയത്ത് കഴിക്കുന്ന ഒരു ഉണ്ട ലഡു കേട്ടോ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ സാധനം. 3 എണ്ണം ദേ ഉണ്ട പിടിച്ച് രാത്രിയിൽ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും പുള്ളിക്കാരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാറുണ്ട് കേട്ടോ. സ്പെഷ്യലായിട്ട് ഹരിയാനക്കാരുടെ, അതായത് ഈ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാറുണ്ട്. നേരത്തെ ഞാൻ ഗുൽഗുലേ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടില്ലേ, അതേ അമ്മയ്ക്കൊന്ന് കൊടുത്തു നോക്കാം. കഴിച്ചു നോക്ക്. വലിയ മധുരമില്ലെന്ന് പറഞ്ഞു. ആ അവരുടെ എന്തൊക്കെയോ സംഭവങ്ങളാ. ഹരിയാന സ്പെഷ്യൽസ്. കൊള്ളാമോ? ആണോ? ഞാൻ 1 കിലോ തെസിഗി പറഞ്ഞിട്ടുണ്ട്. ആ അത് അവള് പറഞ്ഞില്ലേ, മേഥി ഉലുവ ഇടും. ഉലുവ, ആ ഉലുവയുടെ കഴിച്ചു. അങ്ങനെ മെയ്ഡും വന്ന് പോയതിന് ശേഷം കിച്ചണിലെത്തി. എന്തിനാന്ന് വെച്ചാൽ ലഞ്ച് ഉണ്ടാക്കാൻ. ലഞ്ച് ഇന്ന് പെട്ടെന്ന് ഞാൻ തന്നെ ഉണ്ടാക്കുക കേട്ടോ. ഒരു 1 പോട്ട് മീല്, അതായത് 1 പോട്ട് ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല റൈസ് പോലെ. അതിനായിട്ട് ഉള്ളതൊക്കെ അത് അരിഞ്ഞ് വിറക്കി വെച്ചിട്ടുണ്ട്. അരിയും കുറച്ച് ഈ അരിയുന്ന സമയം കൊണ്ടൊന്ന് കുതിർത്തി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കുക്കർ വെച്ചു. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. വെളുത്തുള്ളിയും സവാളയും ഓരോന്നിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇട്ടു. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടാലും നല്ല ഫ്ലേവർ ആട്ടോ. അപ്പോൾ അതും ഇട്ടു. അപ്പോൾ എൻ്റേതായ രീതിയിലൊരു 1 പോട്ട് മീൽ, എന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ വെച്ചിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ചെറുതിരിപ്പുണ്ടായിരുന്നു, അതും കൂടെ അരിഞ്ഞിട്ടു. തക്കാളി ഇട്ടു. ഒരു പിടി വെള്ളക്കടല കുതിർത്ത് വേവിച്ച് വെച്ചിരുന്നത്, അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഒരു പിടി അതും കൂടെ ഇട്ടു. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ അരിയും കൂടെ തട്ടിയിട്ടു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് തിളച്ച വെള്ളം കേട്ടോ. ഒരുപാട് തിളച്ചെല്ലാം ചൂടാക്കിയിട്ട്, കാരണം ഈ തണുപ്പത്ത് പച്ചവെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ അരമുറി നാരങ്ങയുടെ നീര് ഒട്ടാതിരിക്കാൻ അത് പിഴിഞ്ഞു കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തു. അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ, എന്നിട്ട് ആവിയൊക്കെ മാറിയിട്ട് തുറന്നു നോക്കാം. സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നാരങ്ങാനീര് ഒഴിച്ചുകൊണ്ട് ഒട്ടും ഒട്ടത്തില്ല കേട്ടോ. പിന്നെ നാരങ്ങാനീരിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ലൊരു മണവും ഫ്ലേവറും കിട്ടും നമ്മുടെ ഏത് റൈസ് ഉണ്ടാക്കുമ്പോഴും ചേർത്ത് കൊടുത്താൽ. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ടിട്ട് കുറച്ച് നെല്ലിക്കാച്ചാറും കുറച്ച് തൈരും, തണുപ്പൊന്നും ഇല്ലാത്ത കേട്ടോ, അതും കുട്ടി കഴിക്കാം. പിന്നെ എന്തോ ഒരു സൈസിൽ കേക്കാണ്. നമ്മുടെ ഹാർവെസ്റ്റ് ഇല്ലേ, ബ്രെഡിൻ്റെ ഒരു ഗ്രൂപ്പ്, അവരിറക്കിയ ഒരു കേക്കാട്ടോ, അതും കഴിച്ചു. പിന്നെ അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കിച്ചണിൽ തന്നെ കറങ്ങി വന്നു. എല്ലാം ഒന്ന് ഒതുക്കിയാലല്ലേ നമുക്ക് സമാധാനം കിട്ടൂ. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് കോടയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരുവിധം ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു തെളിഞ്ഞൊരു അന്തരീക്ഷമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിന്ന് ഒരു വട ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് മിക്സഡ് ദാല ഇത് ഞാൻ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കുന്നില്ല. നമ്മൾ പരിപ്പോടൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ തന്നെ അതേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചിട്ടിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകവും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോന്നിട്ട് വറുത്തെടുക്കാം. നമ്മുടെ പരിപ്പ് വട, ഇവിടെ ഇതിന് ദാൽവട എന്ന് പറയും. അപ്പം അമ്മ കുറച്ച് രസവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. രസവടയാക്കി കഴിക്കാമല്ലോ, കാരണം ഈ വട രസത്തിലിട്ടാൽ പ്രത്യേക രസമല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിങ്ങനെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഞാൻ വിചാരിച്ചു രസം ഉണ്ടാക്കിയതിനകത്തോട്ട് ചൂടോട് ഇട്ടാൽ കുതിർന്നിരിക്കുകയും ചെയ്യും. ബാക്കി പിന്നെ പതുക്കെ ചുട്ടെടുത്താൽ മതിയല്ലോ. രാഖിക്ക് രസത്തിലിട്ടാൽ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, സിമ്പിളായിട്ട് കഴിക്കുന്ന ഇഷ്ടം. ഞാൻ ഫസ്റ്റ് സെറ്റ് കോരി മാറ്റിയിട്ടുണ്ട്, അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമ്മുടെ രസത്തിലോട്ട് ഇടുന്നുണ്ട്. അപ്പം മെല്ലെ വേണം, ചെറിയ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാട്ടോ, അല്ലെങ്കിൽ അകം വേഗത്തില്ല. അപ്പം മെല്ലെ കിടന്ന് മുരിയട്ടെ.
ദേ അമ്മ ഉണ്ടാക്കി വെച്ച രസം അത് ഒരു പാത്രത്തിലോട്ട് പാറ്റിയിട്ട് ചൂടോടെ നമ്മൾ ആദ്യം വറുത്ത് കോരിയ വട ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ രസവടയായി. ബാക്കി വടകളും അവിടെ കിടന്നാകുന്നുണ്ട്. അതും ദേ മൂത്ത് വന്നിട്ടുണ്ട്. മെല്ലെ മെല്ലെ ഇങ്ങനെ എടുക്കാം. നമ്മളിത് എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും അതൊന്നും കൂടെ ഒന്ന് മുരിയിട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതേ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് എക്സ്പേർട്ട് കയ്യാണ്. എനിക്കത് ഉണ്ടാക്കി കുറച്ച് ശീലമായതുകൊണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉള്ളു ചൂടാട്ടോ. അത് ലാസ്റ്റ് ഇട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം അമ്മയ്ക്ക് തന്നെ കൊടുക്കാവേ. എന്താ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. രസത്തിലിട്ടത് പരിപ്പ് വട, സൗമ്യ സ്പെഷ്യൽ. രസം അമ്മ ഉണ്ടാക്കിയതല്ലേ? പരിപ്പ് വട എങ്ങനെയുണ്ടെന്ന് പറ. കുതിർന്നില്ലേ? ഞാൻ ചൂടോടുകൂടിയാണ് അങ്ങ് രസത്തിലിട്ട ആദ്യത്തെ സെറ്റ്. രാക്കയ്ക്ക് രസത്തിട്ട ഇഷ്ടമല്ല. പിന്നെ അതേ ഈ ലഡു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ വീട്ടിലെ ന്യൂ മെമ്പറാ, വേറൊന്നും അല്ല, ഓയിൽ ഹീറ്ററാ. നമുക്ക് ചെറിയ ചെറിയ ഹീറ്റേഴ്സ്, നോർമൽ റൂം ഹീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ ഹീറ്റർ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാക്കെ പറഞ്ഞു ഈ വർഷം എന്തായാലും ഒരു ഓയിൽ ഹീറ്റർ അങ്ങ് വാങ്ങാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. ഹാവൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. നമ്മുടെ മനു ഇല്ലേ, പാറുവിൻ്റെ ഹസ്ബൻഡ് ഹാവൽസിലാണ് വർക്ക് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ രാക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കുക. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൺലൈൻ വഴി വരുമ്പോൾ നമ്മൾ അന്ന് തന്നെ പൊട്ടിച്ചെല്ലാം ചെക്ക് ചെയ്യണം. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ഒക്കെ ചെയ്യണമല്ലോ. അതുകൊണ്ട് രാക്കെ വന്ന ഉടനെ തന്നെ ചെക്ക് ചെയ്തു. നമ്മളുടെ ഗീസർ ഉണ്ടല്ലോ കിച്ചണിൽ വെക്കാൻ, അതും മുന്നിലോട്ട് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ആള് വരും വെക്കാൻ. നമ്മുടെ CPU പോലെ ഇരിക്കുന്നു കമ്പ്യൂട്ടറിന്റെ അല്ലേ? ആ, ഒരു വലിയ CPU പോലെയുണ്ട്. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ നമ്മുടെ പവർ പ്ലഗിൽ വേണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുത്താൻ. അല്ലാത്തുള്ള പ്ലഗിൽ ഇട്ടാൽ നമ്മുടെ കംപ്ലീറ്റ് ഇലക്ട്രിക് സിസ്റ്റവും അടിച്ചു പോകും. അപ്പോൾ അതേ ഇതിവിടെ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരട്ടെ. അത് രസമുണ്ട് കാണാൻ. ട്രാക്കെ അതിൻ്റെ ഓരോന്നോരോന്ന് ടെസ്റ്റ് ചെയ്യാട്ടോ. എല്ലാം ടെസ്റ്റ് ചെയ്യണമല്ലോ. ശബ്ദം വല്ലതും വരുമോ? ഇപ്പോൾ ശബ്ദം ഇല്ലേ? സൈലന്റ് ആയിരിക്കുമോ? നമ്മുടെ കിച്ചൺ ഗീസർ കഴിഞ്ഞ വ്ളോഗിൽ വന്നാൽ ഞാൻ കാണിച്ചില്ലേ, അത് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഫിറ്റ് ചെയ്താൽ ഒരു സമാധാനമാവും. അങ്ങനെ ഈ തണുപ്പിൻ്റെ ഓരോന്നോരോന്നായിട്ട് തണുപ്പിൻ്റെ അതിഥികളല്ല, നമ്മുടെ വീട്ടിലെ ഇനി അംഗങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ബിന്ദു എന്നാ ചേച്ചിയുടെ പേര്. ചേച്ചി അഹമ്മദാബാദിലാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, സൗമ്യയെ ഗീസർ എന്തായാലും തണുപ്പത്ത് വെക്ക്, നല്ല സുഖമാവുമെന്ന്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ ആ വാക്ക് കേട്ടോണ്ട് ദേ നമ്മുടെ ഗീസർ ക്രോംപ്ടൻ്റെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും മുകളിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ പുതിയ മെമ്പേഴ്സ് നമ്മുടെ ബാത്റൂമിലും കമ്പനി തന്നെ ഗീസർ വെച്ച് തന്നിട്ടുണ്ട്. അത് കുറച്ച് വലുതാണ്. അതിൽ നിന്ന് ഒരെണ്ണം ആളുകൾ ഈ കിച്ചണിൽ വെക്കാറുണ്ട്. പക്ഷെ നമുക്ക് അത്രേൻ്റെ ആവശ്യമൊന്നും കിച്ചണിൽ ആവശ്യമില്ലല്ലോ. നമുക്കൊരു ചെറിയ ഒരെണ്ണം മതിയല്ലോ. അതുകൊണ്ടാണ് എനിക്കൊന്നും ഒരു 6 ലിറ്ററിൻ്റെ എങ്ങാണ്ട് വെള്ളം കൊള്ളുന്ന കുഞ്ഞു ഗീസറാട്ടോ. പിന്നെ ഞാനിപ്പോൾ വന്ന് ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മുടെ മൈക്രോവേവിൻ്റെ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം തണുപ്പത്തിന് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ചൂടാക്കണമെങ്കിൽ ഇതിൻ്റെ സഹായം വളരെ ഉപകാരമാണ്. അതാട്ടോ. ചൂടത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ ഇലക്ട്രിക് അല്ലെങ്കിൽ കൺവെക്ഷൻ മോഡിൽ ഇട്ടിട്ട് കേക്ക് ഇങ്ങ് റെഡിയാക്കി എടുക്കത്തില്ലേ ഉള്ളൂ. അതിൻ്റെ ഉപകാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് വളരെ ഉപകാരം തന്നെയാണ്. അതിൻ്റെ തല എവിടെ പോയോ എന്തോ. ആ തലയൊക്കെ അങ്ങ് അടിഞ്ഞു പോയി. കഷ്ടം. ഇല്ലമ്മ വണ്ടി കയറി ഇറങ്ങിയതാ ഭാഗത്തിൻ്റെ കേട്ടോ. അതെന്തോ പ്ലാനറ്റാ. ഞാനും അമ്മയും കൂടെ ഒന്ന് നടക്കാറിങ്ങിയതാട്ടോ. അപ്പോഴാണ് ഒരു അണ്ണൻ ഇങ്ങനെ വണ്ടി കയറി കിടക്കുന്നത് കണ്ടത്. ഓടിക്കാണും. അപ്പോഴത്തേക്ക് വണ്ടി അറിയാതെ തട്ടിയതായിരിക്കും. നമ്മളിന്ന് ഇതുവഴി അങ്ങ് നടക്കുക കേട്ടോ. കാരണം മുകളിൽ നമ്മുടെ ക്രിക്കറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല തിരക്ക് വന്നു തുടങ്ങി. കസേരയൊക്കെ ഇട്ടിട്ടുണ്ടോ, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടക്കും, തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ആ ഫൗണ്ടൻ്റെ ചുറ്റും ഒന്ന് നടക്കാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലിട്ട് ഞങ്ങൾ നടക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ ബഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി സെറ്റപ്പാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ റോസാപ്പൂവിൻ്റെ കാലമായിരിക്കും ഇവിടെ മുഴുവൻ. ദേ നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കായത്. ദേ അതാ കാണുന്ന ഫൗണ്ടൻ. അപ്പോൾ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. ആ ഫൗണ്ടനിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെന്തായാലും ഇതിലൊന്ന് ചുറ്റിയിട്ട് നമ്മളങ്ങ് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ വീട്ടിൽ പോകും. ക്രിക്കറ്റൊക്കെ ഒരു സൈഡിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടേ. നമ്മുടെ റോസ് ഞാൻ പറഞ്ഞല്ലോ, അത് കാണിച്ചു തരാണ്ടോ. ചുമന്ന റോസുണ്ട്, പല കളറിലും ഉണ്ട് കേട്ടോ. ഒരു വെള്ളം ഒഴിച്ച് മുഴുത്തി ചെളിയൊക്കെ കിടക്കും. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ ഷൂസിലൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇനി ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ അങ്ങ് സെറ്റാവും. ബഡ് ചെയ്ത് അതായത് നല്ല പൂമുട്ടൊക്കെ പിടിച്ചിട്ട് നല്ല റോസാപ്പൂവൊക്കെ വരും, നല്ല ഭംഗിയാവും.
അപ്പോൾ അതേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആളുകൾ ബാറ്റിങ്ങും ബൗളിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി. കൂക്കും വിളിയും ഈ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്ന എല്ലാം ക്രിക്കറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ആട്ടോ. രാഖേനെ അമ്പയറായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. രാഖയെ പോകത്തില്ല. ആദ്യത്തെ കുറച്ച് നാളൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ രാഖയ്ക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാരണം ഈ മഞ്ഞത്ത് അവിടെ പോയി കുറേ നേരം നിൽക്കണ്ടേ. മാത്രമല്ല രാഖയ്ക്ക് ഇപ്പോൾ ഓഫീസിൽ കുറച്ച് തിരക്കും കൂടുതലാണ്. വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആവും. ഡിന്നർ എന്താ വെച്ചാൽ പുട്ടാട്ടോ. പുട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ആവി കയറ്റി എടുക്കുന്നത്. അമ്മ വെള്ളക്കടലയുടെ കറി വെച്ചിട്ടാണ് പോയത്. പിന്നെ വന്നിട്ടും കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇതേ കറി ഇതാട്ടോ, ഒരു ഇരുമ്പേറ്റി തന്നെ വേണം. കടലക്കറിയൊക്കെ ഇവിടെ എല്ലാവരും കഴിച്ചോളൂ. പിന്നെ പുട്ടും പെട്ടെന്ന് ചുട്ടെടുത്ത് കാസറോളിലോട്ട് ഇറക്കുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ ഉണക്കമുന്തിരിയുടെ ജ്യൂസും അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നൊരു മൂവി ഡേ ആണ്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു മലയാളം മൂവി കണ്ടു. അതായത് ചില ആസിഫ് അലിയുടെ കേട്ടോ, കിഷ്കിന്ദ കാണ്ഡം എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ നമ്മുടെ ഡിന്നർ കഴിക്കും, മൂവി കാണും, ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും. ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ കേട്ടോ. നമ്മുടെ ലൈറ്റ്സും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ഇവിടെ വെച്ച് ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.